കുഞ്ഞേട്ടേക്കാ നിങ്ങളെവിടെ? നമ്മളിവിടെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളടുത്തൊരു 100 ദിർഹംസ് എടുക്കാണ്ടാവോ? എന്തുകൊണ്ട് നിനക്ക് ഇത്ര അത്യാവശ്യം? അവിടെ ആഷിക്ക് വന്നിട്ട് വാടക വെച്ചിട്ട് ഇങ്ങനെ ഓരോ സിപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ അതിലാണ് 5 റുപ്യ ഒരൊറ്റ പൈസ ഇല്ല. നിങ്ങൾ 100 ദിർഹംസ് ഉണ്ടെങ്കിൽ കാട്ടി. അത്ര അത്യാവശ്യം നിനക്ക്? ഞാൻ 2 ദിവസം കൊണ്ട് തരണ്ടേ? തരണട്ടാ, ചതിക്കരുത്. പിന്നെ നിങ്ങളെ പറച്ചിലായിട്ടൊക്കെ ഞാൻ പൈസ തീരെ കഥയില്ലെങ്കിൽ അതില് കൊറേ ഉണ്ട്, നീ തരണട്ടാ. എന്നായിക്കോട്ടെ, ഓക്കേട്ടാ. പറ്റിക്കോ വേ. Several months later. പടച്ചറബേ, കാക്കാന്റെ മുമ്പ് തന്നെ വന്നിട്ടത്. നീ എവിടെടാ? കാക്കാന്റെ മുമ്പിലാണ് പെട്ട്. എവിടെ കൊറേ കണ്ടിട്ട് നിങ്ങളെ? നീ 2 ദിവസം എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് 100 ദിർഹംസ് വാങ്ങിട്ട് 1 മാസം കഴിഞ്ഞില്ലടാ ഷവി. 100 ദിർഹംസ് 2 ദിവസം മുമ്പ് തരാനുള്ള വാങ്ങിയിരുന്നോ? എനിക്കതിന് ഓർമ്മ വരുന്നില്ലല്ലോ. നീ ഇങ്ങനെ പലരെന്ന് വാങ്ങിക്കണാരെ നിനക്ക് ഓർമ്മ കാണില്ല. നീ പറ്റിക്കലല്ലേ? അതല്ലേ നീ എന്നെ കണ്ടപ്പോ വിളിച്ചു പോയത്? ഞാൻ വിളിച്ചു പോയതോ? പറ്റിക്കലോ? ഞാൻ വിളിച്ചു പോയതല്ല, അവിടെ പാകിസ്ഥാനെ വിളിച്ചപ്പോ ഞാൻ പോയതാണ്. പഠിക്കട്ടെ, നിങ്ങൾക്ക് എത്ര പൈസ ഒരാളെ? 100 ദിർഹംസ്. 100 ദിർഹംസ് തീർന്നല്ലോ? വേറല്ലോ? പിന്നെ ചോദിക്കരുത് കേട്ടോ. ഓക്കെ, എല്ലാവർക്കും വിളിച്ചു ഭാഷ പൈസ ഒന്നും ഉണ്ട്. കിടക്കട്ടെ. 100 ദിർഹംസ് അല്ലേ തരാളെ? ഇല്ലല്ലോ. ഓക്കെ, ഇനി മേലാർക്ക് ചോദിച്ചു തരരുത് കേട്ടോ. ഞാൻ മാന്യനായ എന്നെ പോലെ ഒരാളോട് പൈസ ചോദിച്ചടക്കങ്ങള്. അപ്പൊ ഞാനിപ്പോ മാന്യതല്ലാത്തവനായ കാശും വാങ്ങിച്ചിട്ട്. പിന്നെ ഒരു മിനിറ്റ്. പിന്നെ ഞങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരട്ടെ. ഉപദേശം എനിക്കാ? അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് നിങ്ങൾ ഈ പൈസ കടം കൊടുത്തിട്ട് തിരിച്ചു വാങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോട് ഇങ്ങനെ ചോദിക്കരുത്. അതായത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടടാ എന്റെ പൈസ തിരിച്ചു കൊണ്ടടാ കൊണ്ടടാ പൈസ ഇട്ടൂല. ചോദിക്കേണ്ടതായ രീതി ഉണ്ട്. കടം വാങ്ങിയിട്ട് പൈസ മിന്നിച്ചിറക്കുന്ന ആൾക്കോടെ എങ്ങനെ ചോദിക്കുന്നവരോ ഇങ്ങനെ പൈസ ചോദിക്കണം. അങ്ങനെ ചോദിച്ചാലേ പൈസ ഇട്ടുള്ളൂ. എന്റെ കാശും വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ തന്നെ ചോദിക്കണം. നീ വാട, നീ പൈസ ചോദിച്ചിട്ടാ